Okay, in this video, I am going to discuss about input buffering. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഇത് പഠിക്കാതെ പോകരുത്. ഓക്കെ, ഇൻപുട്ട് ബഫറിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ്സ് എ ഡേറ്റ സ്ട്രക്ചർ. ഇൻപുട്ട് ബഫർ ഇസ് എ ഡേറ്റ സ്ട്രക്ചർ. ഇറ്റ്സ് ലൈക്ക് ദിസ്. സോ വിച്ച് ഇസ് യൂസ്ഡ് ടു ഹോൾഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്ച്വലി കമ്പൈലർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു സോഴ്സ് കോഡിനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ആൻഡ് കമ്പൈലർ ദാറ്റ് പ്രോസസ് ഓഫ് കമ്പൈലേഷൻ ഹാസ് മൾട്ടിപ്പിൾ സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എന്ത്? ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു സി പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഐ മീൻ സി പ്രോഗ്രാമിലുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇൻഡ് ഐ ഈക്വൽ ഐ കോമ ജെ, ഐ ഈക്വൽ ടു ജെ പ്ലസ് 1, ജെ ഈക്വൽ ടു ജെ പ്ലസ് 1. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഈ സി പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ കോഡ് ആക്കണം. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസ് ആണ്. അപ്പൊ ലെക്സിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഡേറ്റനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് ഇൻപുട്ട് ബഫർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ക്യൂ. അപ്പൊ ഇവിടെ നോക്കിക്കാൻ നമ്മൾ ഈ ഒരു ഇൻപുട്ട് നമുക്ക് കിട്ടിയ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സിനെ 1 by 1 ആയിട്ട് ഈ ക്യൂവിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. അപ്പൊ ആദ്യത്തെ പൊസിഷനിൽ ഐ വന്നു, ഐ എൻ ടി, പിന്നെ ഒരു സ്പേസ് വന്നു, ഐ കോമ ജെ, നമ്മളെ മുകളിൽ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്, സെമിക്കോളൻ, then ഐ ഈക്വൽ ടു ജെ പ്ലസ് 1, ജെ ഈക്വൽ ടു ജെ പ്ലസ് 1. അപ്പൊ ഇങ്ങനെ എഴുതുന്ന ഈ ഒരു ക്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ബഫർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് യൂസ്ഡ് ടു സ്കാൻ ദ ഇൻപുട്ട്. അപ്പൊ നമുക്ക് ഇനി എന്താ വേണ്ടത്? ഇതിനെ സ്കാൻ ചെയ്തിട്ട് ഇതിലത്തെ ടോക്കൺസ് എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ലെക്സിക്കൽ അനാലിസിസ്. ഐഡന്റിഫൈ ദ ടോക്കൺസ് ഇൻ ദ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു യൂസ് 2 പോയിന്റേഴ്സ്. വൺ ഇസ് ഫോർവേഡ് പോയിന്റർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ലെക്സിൻ ബിഗിനിങ് പോയിന്റർ. അപ്പൊ ബിഗിനിങ് പോയിന്ററിനെയാണ് ബി പി എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എഫ് പി എന്ന് പറയുന്നത് ഫോർവേഡ് പോയിന്റർ ആണ്. ഫോർവേഡ് പോയിന്റർ ആണ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും ബിഗിനിങ് പോയിന്റർ ഒരു ടോക്കണിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കും. അപ്പൊ ഐ എന്ന് പറയുന്ന സ്ഥലത്ത് ബിഗിനിങ് പോയിന്റർ നിൽക്കുകയാണ്. ഫോർവേഡ് പോയിന്റർ മൂവ് ചെയ്ത് ഐ എൻ ടി എത്തുമ്പോൾ വി ക്യാൻ ഐഡന്റിഫൈ ദിസ് ആസ് എ കീവേഡ്. ഇൻഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് ആക്ച്വലി ദിസ് പ്രോസസ് ഇസ് കോൾഡ് ആസ് സ്കാനിങ് ആൻഡ് ഐഡന്റിഫൈ ദ കീവേഡ്സ്. സോ ഈ കീവേഡ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ബഫറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു എക്സാമ്പിൾ എഴുതാം. ഈ ഒരു ബഫർ വരയ്ക്കാം, 2 പോയിന്റേഴ്സ് എഴുതാം. then you have to write in between basic pointer and forward pointer we can find the token. ഇത്ര എഴുതി നിർത്താം. ഓക്കെ, ഇനി ഇതിലൊരു അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. അൽഗോരിതം എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം വേർഡിൽ എഴുതാം. അതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഇൻപുട്ട് ബഫർ എന്ന് പറയുന്നത് വി ക്യാൻ ഡിവൈഡ് ഇൻ ടു 2 പാർട്ട്. ഓക്കെ, അതിൽ ഇൻപുട്ട് ബഫറിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതും സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം അതുകൊണ്ടാണ് ഇതിന് 2 ബഫേഴ്സ് എന്ന് പറയുന്നത്. 2 ബഫർ സ്കീം എന്നൊരു പേരും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് 2 പാർട്ട് ഉണ്ട്. ഇനി നമ്മൾ ഇത് എങ്ങനെ സ്കാൻ ചെയ്യുന്നത്? ഈ ഫോർവേഡ് പോയിന്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിന്റെ ലെൻഡിൽ എത്തി എന്ന് വിചാരിക്കും. അതായത് ഈ ഫോർവേഡ് പോയിന്റർ മൂവ് ചെയ്ത് ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ എത്തി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ സെക്കൻഡ് ഹാഫ് റീലോഡ് ചെയ്യും, അല്ലെ? അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇഫ് ദ ഫോർവേഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ദെൻ ബിഗിൻ സെക്കൻഡ് ഹാഫ്. ഓക്കെ, എന്നിട്ട് ഫോർവേഡ് പോയിന്റർ വീണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങും. ഇനി സപ്പോസ് ഫോർവേഡ് പോയിന്റർ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ സെക്കൻഡ് ഹാഫ് എത്തി, അതായത് ഇവിടെ എത്തി എന്ന് വിചാരിക്കും. ഇവിടെ ഫോർവേഡ് പോയിന്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഫസ്റ്റ് ഹാഫിൽ നിന്ന് അതിനെ റീലോഡ് ചെയ്യാം. അപ്പൊ റീലോഡ് ദ ഫസ്റ്റ് ഹാഫ്, ദെൻ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് ഹാഫിലേക്ക് ഈ ഫോർവേഡ് പോയിന്ററിനെ മൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഫോർവേഡ് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇപ്പൊ ഫോർവേഡ് പോയിന്റർ ഈ എൻ എന്ന് പറയുന്ന പൊസിഷനിലാണെങ്കിൽ നമ്മൾ ടിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ആയോ നോക്കും, ഇല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഹാഫ് ആയോ നോക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഫോർവേഡ് പോയിന്റർ മൂവ് ചെയ്യുള്ളൂ. ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ? ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് അടുത്ത, അതായത് എൻ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ടിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ, ഒരു സിംഗിൾ പൊസിഷൻ മൂവ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് 2 ചെക്കിംഗ് വേണം. എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ആയോ, എൻഡ് ഓഫ് ദ സെക്കൻഡ് ഹാഫ് ആയോ. അപ്പൊ ഈ ചെക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് മോർ ടൈം. അപ്പൊ സ്കാനിങ് പ്രോസസ് എന്താവും? സ്ലോ ആവും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെന്റിനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സെന്റിനൽ ഇസ് നത്തിങ് ബട്ട് എ സ്പെഷ്യൽ ക്യാരക്ടർ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ EOF എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു ബഫർ വരയ്ക്കാം, ഇടയിൽ EOF എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് എഴുതാം. EOF എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താ ചെയ്തിരുന്നത്? ഒരു സ്റ്റേറ്റ്, അതായത് ഇപ്പോ എമ്മിലാണ് നമ്മുടെ ഫോർവേഡ് പോയിന്റർ നിൽക്കുന്നത്, ഇവിടെയാണ് നിൽക്കണേന്ന് വിചാരിച്ചാൽ ഈ എമ്മിന്ന് നെക്സ്റ്റ് സ്റ്റാറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ആയോ നോക്കും, അതല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഹാഫ് ആയോ നോക്കും. ഇത് രണ്ടും അല്ലെങ്കിലാണ് ഫോർവേഡ് പോയിന്റർ മൂവ് ചെയ്തത്. സോ ദാറ്റ് വാസ് ദ പ്രോബ്ലം ഓഫ് ദിസ് മെത്തേഡ്. അപ്പൊ ഇനി നമ്മൾ സെന്റിനൽസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സെന്റിനലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരെന്താണ്? EOF. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു, ഇതാണ് നമ്മുടെ അൽഗോരിതം. ഇതിന്റെ മുമ്പിലേക്ക് നമ്മളൊരു എക്സ്ട്രാ പൊസിഷൻ, ഐ മീൻ എക്സ്ട്രാ 2 സ്റ്റേറ്റ്മെന്റ്സ് ആഡ് ചെയ്യാണ്. ഈ എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫോർവേഡ് നമ്മൾ ആദ്യം ജസ്റ്റ് മൂവ് ചെയ്തു. ഇപ്പൊ നമ്മൾ എമ്മിലാണ് നിൽക്കണേന്ന് വിചാരിക്കാം. ഇനി നമ്മൾ ഫോർവേഡ് പോയിന്റർ മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഫോർവേഡ് പോയിന്റർ EOF ആയോ നോക്കും. EOF ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടീഷന്റെ ഉള്ളിലേക്ക് കയറോ? ഇല്ല, നേരെ നമ്മൾ എന്തിലേക്ക് പോകും? ഇത് മൊത്തം സ്കിപ്പ് ചെയ്ത് അടുത്ത ഫോർവേഡ് പോയിന്റർ മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ചെക്കിങ്ങിന്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കേണ്ട ആവശ്യമില്ല.
അപ്പൊ EOF ആയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ആയോ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഹാഫ് ആയോ നോക്കിയാൽ മതി. അപ്പൊ എല്ലാ പ്രാവശ്യവും ഒരു പോയിന്റ് ഇവിടെ നോക്കിക്കേ, വൺസ് ഒരു ഫോർവേഡ് പോയിന്റർ മൂവ് ചെയ്താൽ ഫസ്റ്റ് ഹാഫിന്റെ എൻഡ് ആയോ സെക്കൻഡ് ഹാഫിന്റെ എൻഡ് ആയോ അങ്ങനെ കണ്ടിന്യൂസ്ലി വി ഹാവ് ടു ചെക്ക്. ബട്ട് ഇൻ ദിസ് കേസ് വി ഹാവ് ടു ചെക്ക് ദ കണ്ടീഷൻ ഓഫ് EOF ഓൺലി. EOF എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ആയോ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഹാഫ് ആയോ എന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ EOF എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, സെന്റിനൽസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, സോ യൂസിങ് ദിസ് ഇൻഡിക്കേറ്റർ വി ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് കമ്പാരിസൺസ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. ഇതൊന്നും കൂടി മനസ്സിലാക്കി വായിച്ചു നോക്കാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇത് ഭയങ്കര ഈസിയാണ്, വിടരുത്. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഇൻപുട്ട് ബഫറിംഗ് ഓർ ടു ബഫർ സ്കീം. ടു ബഫർ എന്ന് പറയുന്നത് രണ്ട് ബഫേഴ്സ് ഉണ്ട്, ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ലോഡ് ചെയ്യുക, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ലോഡ് ചെയ്യുക. അപ്പൊ അത് ലോഡ് ചെയ്യുന്ന ചെക്കിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയാണ് സെന്റിനൽസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ലെക്സിക്കൽ അനാലിസിസ് സ്പേസിലാണ്, സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.